അന്ന മേരിയുടെ അമ്മയുടെ വാക്കുകൾ കേട്ട് വിൻസ് ശരിക്കും ഞെട്ടി. ആരാണ് ഈ അന്ന മേരി? അന്ന മേരി എന്ന 12 വയസ്സുകാരിയുടെ ആത്മാവ് ചിക്കാഗോ പ്രദേശവാസികൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്? ഇതൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. 1939 അവിടെ ഒരു സ്കൂൾ ഫംഗ്ഷൻ ഇങ്ങനെ നടക്കുകയാണ്. 18 വയസ്സുള്ള വിൻസ് തനിക്ക് പാർട്ട്ണർ ഇല്ലാത്തത് കാരണം തന്നെ ബോൾ ഡാൻസിൽ പങ്കെടുക്കാനാകാതെ അവിടെയൊക്കെ ചുറ്റിത്തിരിയുകയാണ്. പെട്ടെന്നതാ ഭയങ്കരമായ ഒരു സൗന്ദര്യത്തോടു കൂടി ഏകദേശം 12 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നു. വെള്ള ഗൗണും വെള്ള ഷൂസും ഒക്കെ അണിഞ്ഞ്. എന്തിനു പറയുന്നു, ആ ഒരു സൗന്ദര്യമായിരിക്കാം അവളുടെ ശബ്ദത്തിലും അതേ ഒരു സൗന്ദര്യം അവന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ നേരം അങ്ങനെ സംസാരിച്ച് തൻ്റെ കൂടെ ഈ ഒരു ഡാൻസിൽ പാർട്ട്ണറാകാമെന്ന് ഈ ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നു. എന്തായാലും ഇരുവരും ചേർന്ന് ആ ഒരു ഡാൻസ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് അതിനുശേഷം ഈ ഒരു പെൺകുട്ടിയോട് വിൻസ് പറയുന്നുണ്ട്, ഞാൻ തന്നെ നിന്നെ വീട്ടിലേക്കാക്കാം, ഇത്രയധികം വൈകിയില്ലേ? വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഇല്ല, എനിക്ക് കാറുണ്ട്, ഞാൻ തന്നെ നിന്നെ കൊണ്ടാക്കിക്കോളാം. അങ്ങനെ രണ്ടുപേരും കൂടെ കാറിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ അവർ സഞ്ചരിച്ച് ഏകദേശം, അതായത് ഇവർക്ക് എത്തേണ്ടതിന് പകുതി വഴി എത്തിയപ്പോൾ തന്നെ ഈ ഒരു പെൺകുട്ടി പറയുകയാണ്, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം, കാരണം എനിക്ക് ഇവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യണമെന്ന്. നോക്കുമ്പോൾ അതൊരു സെമിത്തേരിയുടെ ഭാഗമാണ്. റിസറക്ഷൻ സെമിത്തേരി എന്നാണ് അതിൻ്റെ പേര്. അവിടേക്ക് ഇറങ്ങി ആ ഒരു സെമിത്തേരിക്കുള്ളിലേക്ക് ഈ പെൺകുട്ടി അങ്ങ് നടക്കുകയാണ്. ആദ്യം വിൻസ് ഒന്ന് ഭയന്നെങ്കിലും ഇവളുടെ പുറകെ പോയി അന്വേഷിക്കാമെന്ന് കരുതി അകത്തേക്ക് പോകുമ്പോൾ തൻ്റെ കൺമുന്നിൽ നിന്ന് തന്നെ ഈ പെൺകുട്ടി മറഞ്ഞു പോയിരിക്കുന്നു. സ്വാഭാവികമായും അവൾ വേറെ ഏതെങ്കിലും വഴിയിൽ കൂടി വീട്ടിലേക്ക് പോയിരിക്കാം എന്ന് വിൻസ് ചിന്തിക്കുകയാണ്. വിൻസ് അപ്പോൾ ഇവളുമായി സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുത്തു. പേര് അന്ന മേരി എന്നാണ്. ചിക്കാഗോയിൽ ഒരു പ്രദേശത്താണ് ഇവൾ താമസിക്കുന്നത്. എന്തായാലും രാവിലെ തന്നെ വീട്ടിൽ ചെന്ന് സുരക്ഷിതമായി എത്തിയോ എന്നൊന്ന് അന്വേഷിച്ചേക്കാം. അങ്ങനെ രാവിലെ തന്നെ വിൻസ് അന്ന മേരിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കതകിൽ തട്ടി. കതക് തുറന്നത് അന്ന മേരിയുടെ അമ്മയും. ചോദിക്കുകയാണ്, ഞാൻ അന്ന മേരിയുടെ ഫ്രണ്ടാണ്. കഴിഞ്ഞ ദിവസം ബോൾ ഡാൻസിൽ എന്നോടൊപ്പമായിരുന്നു അവൾ ഡാൻസ് ചെയ്തത്. ഞാനാണ് പകുതി വഴിയും ആക്കിയത്, പക്ഷെ അവിടെ നിന്ന് അവളെ കാണാതായി. ഇവൾ സുരക്ഷിതമായി തന്നെ എത്തിയോ എന്നറിയാനാണ് ഞാൻ വന്നത്. ഉടനെ തന്നെ അന്ന മേരിയുടെ അമ്മ ഞെട്ടുകയാണ്. ഇവിടെയുള്ള മകളോ? എൻ്റെ മകളോ? അന്ന മേരിയോ? അവൾ ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് നിന്നോടൊപ്പം തലേ രാത്രിയിൽ അവൾ ഉണ്ടാകുന്നത്? ഇത് കേട്ട് വിൻസ് ശരിക്കും ഞെട്ടി. എന്താണ് അന്ന മേരിക്ക് ആ 6 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത്? അന്ന മേരി ഇതുപോലെ തന്നെ തൻ്റെ സ്കൂളിലുള്ളൊരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് പോകുന്നതിന് വേണ്ടി അച്ഛനോട് അനുവാദം ചോദിച്ചിരുന്നു. പക്ഷേ പഴയ ഒരു കാലഘട്ടമല്ലേ, പെൺകുട്ടി അങ്ങനെ രാത്രിയിലുള്ളൊരു ഫംഗ്ഷന്, അത് സ്കൂൾ ഫംഗ്ഷൻ ആയിക്കോട്ടെ, അതിൽ പോയി പങ്കെടുക്കുന്നതിനോട് അന്ന മേരിയുടെ ഫാമിലിക്ക് വലിയൊരു താല്പര്യമൊന്നുമില്ലായിരുന്നു. അച്ഛൻ ശക്തമായി തന്നെ എതിർത്തു. പക്ഷേ എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്ത് അന്ന മേരി പോകാനെല്ലാം തയ്യാറെടുത്തു. നല്ല വെളുത്ത ഗൗണും അതിനോട് ചേരുന്ന വെളുത്ത ഷൂസും ഒക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ മാലാഖയെ പോലെ തോന്നുന്ന തരത്തിലുള്ള സൗന്ദര്യവുമായാണ് അന്ന മേരി ആ ഒരു പരിപാടിക്ക് പങ്കെടുക്കാനായി എത്തിയത്. എന്തായാലും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഏകദേശം 2 മണിയോളമായി. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീട്ടിലേക്ക് പോകാൻ ഒരു ടാക്സി ലഭിക്കുകയും ചെയ്തു. ടാക്സിയിൽ അങ്ങനെ പോകവേ ഈ ആദ്യം പറഞ്ഞ റിഗ്രഷൻ ആ ഒരു സെമിത്തേരിയുടെ അടുത്തെത്തിയപ്പോഴേക്കും പെട്ടെന്നൊരു കുഴിയിലേക്ക് ഈ കാറ് പോവുകയും അതിൻ്റെ ഒരു നിയന്ത്രണം വിട്ട് അടുത്തുള്ള ചതുപ്പിലേക്ക് ഈ കാർ ചെന്ന് മറിയുകയും ചെയ്തു. ഫ്രണ്ട് ഗ്ലാസ് തകർന്ന് അന്ന മേരിയും ഡ്രൈവറും ആ ചതുപ്പിലേക്ക് വീണ് ഉടൻ തന്നെ മരണപ്പെടുകയും ചെയ്തു. രാത്രി സമയമായതുകൊണ്ട് തന്നെ ഈ അപകടം ആരുടെയും കണ്ണിൽപ്പെട്ടതുമില്ല. എന്നാൽ സമയം കഴിഞ്ഞും മകൾ എത്താത്തതിനെ തുടർന്ന് അച്ഛൻ ഭയങ്കരമായി ടെൻഷനിലായി. അവളെ അന്വേഷിച്ച് സ്കൂളിലേക്കും പോയി. സ്വാഭാവികമായും 12 വയസ്സുള്ളൊരു കുട്ടി സ്കൂളിൽ നിന്ന് പോകുന്നത് കൊണ്ട് തന്നെ അവർ ടാക്സി നമ്പറുകളെല്ലാം തന്നെ സേവ് ചെയ്ത്, അതായത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ടാക്സി നമ്പറൊക്കെ കൊടുത്ത് അതുവഴി പോലീസിൻ്റെ അടുത്ത് കംപ്ലൈൻ്റ് ഒക്കെ ചെയ്ത് അന്വേഷണം തുടരുകയാണ്. അങ്ങനെയാണ് ഈ പറയുന്ന സെമിത്തേരിയുടെ അടുത്ത് ഒരു അപകടം നടന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടെന്നും അങ്ങനെ അപകടം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിമൈൻസ് അവിടെ തന്നെ ഉണ്ടാകുമെന്ന് കരുതി തിരച്ചിൽ ആരംഭിക്കുന്നത്. അങ്ങനെയാണ് പിറ്റേ ദിവസം വൈകുന്നേരത്തോടു കൂടി ആ ചതുപ്പിൽ നിന്ന് അന്ന മേരിയുടെയും ഡ്രൈവറിൻ്റെയും മൃതദേഹം ലഭിക്കുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അന്ന മേരിയുടെ ആ ഒരു ബോഡി വിട്ടുകിട്ടുന്നതിനായി കുറച്ച് ദിവസങ്ങൾ തന്നെ വേണ്ടി വന്നു. പക്ഷേ ആ ഒരു സമയത്ത് വേറൊരു പ്രശ്നവും അതേ സ്ഥലത്ത് നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ മൃതശരീരങ്ങൾ അടക്കുന്നവർ അവരുടെ ഈ ഒരു ശമ്പള വർധനവിന് വേണ്ടിയിട്ട് ഒരു സമരം തന്നെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം അന്ന മേരിയെ ആ ഒരു ദിവസങ്ങളിൽ അവർക്ക് അവിടെ അടക്കാൻ സാധിച്ചില്ല.
അതുകൊണ്ട് തന്നെ വീടിൻ്റെ പുറകിലായിട്ട് തൽക്കാലത്തേക്ക് അന്നാമേരിയുടെ ആ ഒരു ബോഡി മറവ് ചെയ്യുകയും ആ ഒരു സമരമെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാ ചടങ്ങുകളോടും കൂടി തന്നെ പള്ളിയിൽ തന്നെ അടക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു സമയത്ത് നാട്ടുകാരെല്ലാം ഭയങ്കരമായി അന്നാമേരിയുടെ അച്ഛനെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ രാത്രിയിൽ ഒറ്റയ്ക്ക് അങ്ങനെ വിട്ടിരിക്കുകയാണ്, അതും അഴിഞ്ഞാടാൻ. അവൾ എവിടെയൊക്കെ പോയിട്ടുണ്ടാകും, ഏതൊക്കെ ആൺകുട്ടികൾക്കൊപ്പം പോയിട്ടുണ്ടായിരിക്കും, എന്ത് പറയാനാ, ഈ ഒരു ഫാമിലിയെ തന്നെയാണ് പറയേണ്ടതെന്ന്. പക്ഷേ ഈ ഒരു വാക്കുകളെല്ലാം തന്നെ ആ അച്ഛൻ നിശബ്ദമായാണ് കേട്ടുകൊണ്ടിരുന്നത്. കാരണം തൻ്റെ മകളെ നഷ്ടപ്പെട്ട വേദനയോടൊപ്പം ഈ വാക്കുകളും ആ അച്ഛനെ വല്ലാതെ തകർക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് സമരമൊക്കെ അവസാനിച്ചതിന് ശേഷം അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ വീണ്ടും ഒരു വെള്ള ഗൗണും വെള്ള ഷൂസും ഒക്കെ അവൾക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത് ആ അച്ഛൻ ആ ഒരു ബോഡിയെ ധരിപ്പിച്ചു. കുറച്ചൊക്കെ അഴുകിയിട്ടുണ്ടായിരുന്നു ആ ഒരു ബോഡി. എന്നിരുന്നാലും എല്ലാ ചടങ്ങുകളോടും കൂടി തന്നെ പള്ളിയിൽ അന്നാമേരിയെ അടക്കുകയും ചെയ്തു. ആ ഒരു സമയത്ത് അന്നയുടെ അച്ഛൻ അപ്പോഴത്തെ ഒരു ഹൃദയവേദന കൊണ്ടായിരിക്കാം അന്നാമേരിയുടെ ശവക്കല്ലറയിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, നിന്നെ ഈ അപവാദം പറയുന്നവരുടെ അടുത്തെല്ലാം നീ തന്നെ വന്ന് പകരം ചോദിക്കണം. അന്നേരത്തെ ഒരു ബുദ്ധിമുട്ടിൽ ചിലപ്പോൾ പറഞ്ഞതാണെങ്കിൽ പോലും അന്നാമേരിയുടെ ആത്മാവ് അത് ശിരസാൽ വഹിച്ചു എന്ന് തന്നെ പറയാം. പിന്നീട് അങ്ങോട്ട് ചില അസാധാരണ സംഭവങ്ങൾ അവിടെ നടക്കാൻ തുടങ്ങുകയാണ്. ഉടനെ തന്നെ, അതായത് അന്നാമേരി മരിച്ച് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇവരുടെ ഫാമിലിയിൽ വേറൊരു പെൺകുട്ടി ജനിക്കുന്നു. ഈ ഒരു അച്ഛൻ്റെ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ കണ്ട് ആ ഒരു പേരൻസ് എന്ത് ചെയ്തു, ഈ പെൺകുഞ്ഞിനും അന്നാമേരി എന്ന് തന്നെ പേരിട്ടു. നിർഭാഗ്യമെന്ന് പറയട്ടെ, 12 വയസ്സെത്തിയപ്പോഴേക്ക് അതേ സെമിത്തേരിയുടെ മുന്നിൽ വെച്ച് തന്നെ ഈ പെൺകുട്ടിയും ഒരു കാർ ആക്സിഡൻറ്റിൽ മരണപ്പെടുകയാണ്. അന്നാമേരിയെ അടക്കിയതും അതേ ഒരു സെമിത്തേരിയിലായിരുന്നു. ഇതോടുകൂടി അവിടെ എല്ലാം പരക്കുകയാണ്. അന്നാമേരിയുടെ ആത്മാവ് അവളെ അപവാദം പറഞ്ഞവർക്കെല്ലാമുള്ള മറുപടിയുമായി ഇപ്പോഴും പകയോടുകൂടി അവിടെയൊക്കെ അലഞ്ഞു തിരിയുന്നുണ്ട്. അതായത് അന്നാമേരി എന്ന പേരും ആ ഒരു സെമിത്തേരിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശവും ഈ ഒരു ആത്മാവിൻ്റെ ഭയപ്പെടുത്തുന്ന പ്രദേശമായി മാറുകയാണ്. പിന്നീട് അങ്ങോട്ട് ഏകദേശം 1970, 76, 89 ആ ഒരു കാലഘട്ടങ്ങളിലെല്ലാം കുറേ അധികം ആൾക്കാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇതുപോലെ ടാക്സി ഡ്രൈവേഴ്സ് ഇങ്ങനെ പോകും. അപ്പോൾ പെട്ടെന്ന് ഈ സെമിത്തേരിക്ക് മുന്നിലായി ഒരു പെൺകുട്ടി നിന്ന് കൈ കാണിക്കും. തനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ടാക്സിയിലേക്ക് കയറുകയും ചെയ്തു. എന്നാൽ സെമിത്തേരിയുടെ അടുത്തെത്തുമ്പോഴേക്ക് ഈ പെൺകുട്ടി പെട്ടെന്ന് കാറിൽ നിന്ന് അപ്രത്യക്ഷമാകും. ഈ ഒരു രംഗം കണ്ട് ടാക്സി ഡ്രൈവേഴ്സ് ആകെ പരിഭ്രാന്തരായി നിയന്ത്രണം വിട്ട് കാർ ചെന്ന് മരത്തിലിടിക്കുകയും ആ രീതിയിലുള്ള അപകടങ്ങളും അവിടെ തുടർക്കഥയാവുകയാണ്. ഇതോടുകൂടി, അതായത് അന്നാമേരിയുടെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അവിടെയുള്ള എല്ലാവരെയും കൊലപ്പെടുത്തുക അല്ലെങ്കിൽ അപകടപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അന്നാമേരി അവിടെ മുഴുവൻ അലഞ്ഞു തിരിയുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് വിൻസ് എന്ന ആ ഒരു യുവാവും 18 വയസ്സുള്ള ആ ഒരു യുവാവും ഈ ഒരു പെൺകുട്ടിയെ ബോൾ ഡാൻസിൽ തൻ്റെ പാർട്ട്ണറായിട്ട് കാണുന്നത്. എന്തുവാണെന്ന് പറഞ്ഞാലും ഈ തരത്തിലുള്ള ഒരു പെരുമാറ്റമൊക്കെ ഉണ്ടല്ലോ, അതായത് വിൻസ് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കും. നമ്മളുടെ കൂടെ ഒരാൾ ഭയങ്കരമായി ഇടപഴകുന്നു, അത് രാത്രി കൊണ്ട് തന്നെ അവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി ആവുന്നു നമ്മൾ. പിറ്റേന്ന് രാവിലെ അറിയുകയാണ് ആ ഒരു വ്യക്തി മരിച്ചിട്ട് ഏകദേശം 6 വർഷങ്ങളോളമായെന്ന്. എത്ര വലിയൊരു ഭയമായിരിക്കും അല്ലേ നമ്മളെ പിടികൂടുന്നത്. എന്നാൽ ഈ തരത്തിലുള്ള പ്രചാരണങ്ങളെല്ലാം തന്നെ കള്ളക്കഥ ആണെന്നും അങ്ങനെ ഒരു പ്രേതബാധ അവിടെയൊന്നും ഇല്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന, അതായത് ഗോസ്റ്റ് ഹണ്ടറായ റിച്ചാർഡ് ക്രൗ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു റിഗ്രഷൻ സെമിത്തേരിയുടെ അടുത്ത് നടത്തിയ പരിശോധനയിൽ കുറേയേറെ തെളിവുകളും, അതായത് ഒരു ആത്മാവിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ആകെ ഒരു സംശയമായി. പക്ഷേ ഇപ്പോൾ ഈ അന്നാമേരിയുടെ കാര്യം പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വാട്സപ്പിലേക്കൊക്കെ ഒരു മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. തെരേസ ഫിഡൽഗോ എന്ന വ്യക്തിയാണ് ഞാൻ ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടതാണ്. ഈ ഒരു മെസ്സേജ് 20 പേർക്ക് ഫോർവേഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോടൊപ്പമായിരിക്കും ഞാൻ ഉറങ്ങുന്നത്. ഈ ഒരു മെസ്സേജ് മൈൻഡ് ചെയ്യാതെ, അതായത് വലിയൊരു കാര്യമാക്കാതെ എടുത്ത ഒരാളുടെ അമ്മ അന്ന് രാത്രി തന്നെ മരിച്ചു. വേണമെന്നുണ്ടെങ്കിൽ, അത് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ഫോർവേഡ് മെസ്സേജ് വരുന്നത്. അതോടൊപ്പം തന്നെ ഒരു പെൺകുട്ടിയുടെ പേടിപ്പെടുത്തുന്ന ഒരു ചിത്രവും ഈ ഒരു ഫോർവേഡ് മെസ്സേജിനൊപ്പം ഉണ്ടായിരുന്നു. ഇതെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തിൻ്റെ പിന്നിലുള്ള വാസ്തവം എന്താണ് എന്നൊക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അന്നാമേരിയുടെ കഥയിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്. തെരേസ ഫിഡൽഗോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. പക്ഷേ അത് യഥാർത്ഥ ജീവിതത്തിലല്ല.
പോർച്ചുഗീസിലെ ഒരു ഷോർട്ട് ഫിലിമായിരുന്നു ദ കർവ് എന്ന് പറയുന്നത്. അതും ഈ പറയുന്ന അന്ന മേരിയുടെ കഥയുമായി സാമ്യമുള്ളൊരു ഷോർട്ട് ഫിലിമായിരുന്നു. അതിലെ ചില ദൃശ്യങ്ങളും അതിൽ ഈ പറയുന്ന പോലെ അന്ന മേരിക്ക് പകരം അവരെടുത്ത ഒരു പേരായിരുന്നു തെരേസ ഫിഡൽഗോ. ആ ഒരു പേരിലായിരുന്നു ഈ ഫോർവേഡഡ് മെസ്സേജ് എല്ലാം തന്നെ ഭയങ്കരമായി പ്രചാരത്തിലായത്. ഈ ഒരു മെസ്സേജ് ഫോണിലേക്ക് എത്തുമ്പോൾ എല്ലാവരും തന്നെ പരിഭ്രാന്തരാകാറുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സോഷ്യൽ മീഡിയ അറിവൊക്കെ വളരെയധികം ഡെവലപ്പ് ആകുന്നതിന് മുമ്പാണ് ഇത്തരത്തിലുള്ള ഫോർവേഡഡ് മെസ്സേജ് ഒക്കെ നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേരും ഇതിലൊക്കെ എന്തൊക്കെയോ സത്യമുണ്ട്, ഇത് ഷെയർ ചെയ്തില്ലെങ്കിൽ തങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ തങ്ങളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന ഭയത്തെ ഇത് ഭയങ്കരമായി ഫോർവേഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഇതിൻ്റെ പുറകിലുള്ള കഥ എന്താണെന്ന് അറിയാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പോർച്ചുഗീസ് കഥയും ആ പോർച്ചുഗീസ് കഥ എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്, അതെവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ അന്വേഷിക്കുമ്പോഴാണ് അന്ന മേരിയുടെ ഈ പറയുന്ന 1927 കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് നടന്നുള്ള കഥകളെല്ലാം തന്നെ എല്ലാവരും അറിയുന്നത്. എന്നിരുന്നാലും പ്രേതമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും പറയാൻ കാണും. എന്നിരുന്നാലും പ്രേതകഥകൾ അറിയാനുള്ള താല്പര്യം കൊണ്ടായിരിക്കാം എവിടെ എന്ത് കേട്ടാലും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ, അതിൻ്റെ പുറകിലുള്ള കഥ അറിയാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.